2024 കേരളത്തിലെ ക്രിസ്തുമസ് ആഘോഷം എങ്ങനെയാണെന്നറിയാനുള്ള ഒരു ചെറിയ യാത്രയായിരുന്നു. ഈ വർഷം കേരളത്തിലെ തണുപ്പിൽ അത്യാവശ്യം തൊണ്ടയ്ക്ക് അസ്വസ്ഥതകളും ജലദോഷവും പനിയും ചുമയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിശ്രമം മരുന്ന് കഴിക്കലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഡിസംബർ 24 രാത്രി അങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊന്നും മാറി നിൽക്കാൻ തോന്നില്ല. അതുകൊണ്ട് വയ്യെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പല പള്ളികളിലും റോഡിന് ഇരുവശത്തും ഒക്കെ ആയിട്ട് കണ്ട വിവിധ ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കണ്ടുള്ള ഒരു യാത്രയായിരുന്നു. ഈ കാണുന്ന പള്ളികളുടെ പേരോ സ്ഥലമൊന്നും എനിക്ക് അത്ര കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ആലുവ പറവൂർ കവലയിലുള്ള ലാറ്റിൻ പള്ളിയാണ് ഈ കാണുന്നത്. അവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഒരു 11 മണി തൊട്ട് തന്നെ മിക്ക പള്ളികളിലും ക്രിസ്മസിൻ്റേതായ കുർബാനകളും ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആലുവയുടെ പരിസരത്തുള്ള 3-4 പള്ളികളാണ് ഇവിടെ കാണിക്കുന്നത്. കേരളത്തിൽ ഈ വർഷം അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ലെങ്കിലും ഡിസംബർ 24 രാത്രി 11 മണിക്ക് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. തൊണ്ടയിലൊക്കെ തണുത്ത കാറ്റടിച്ചിട്ട് ഭയങ്കര അസ്വസ്ഥയും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും നാനാജാതി മതസ്ഥരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും എല്ലാവരും ഒരുപോലെ ഈ ദിവസം ആഘോഷിക്കുകയാണെന്ന് ഈ പോക്കിൽ മനസ്സിലാകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ആലുവ മാർക്കറ്റിനടുത്തുള്ള പള്ളിയുടെ ആകാശത്ത് കരിമരുന്ന് പ്രയോഗത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളും പ്രദക്ഷിണവും പള്ളിയുടെ മുഴുവനായിട്ടുള്ള അലങ്കാരമൊക്കെ ചേർന്ന് നല്ല കണ്ണ് നിറയുന്ന കാഴ്ച. ഈ പള്ളിയിൽ ആളുകൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും നല്ലപോലെ പണം മുടക്കിയതിനായ അലങ്കാരങ്ങളും കരിമരുന്ന് പ്രയോഗമൊക്കെ നല്ലൊരു ദൃശ്യാനുഭവമായിരുന്നു.
ഇവിടം കൊണ്ട് യാത്ര അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുണ്ട്. എന്നാലും എന്തോ വയ്യെങ്കിലും അങ്ങനെ പോയി കിടന്നുറങ്ങാൻ തോന്നിയില്ല. എല്ലാറ്റിലൂടെയായിട്ട് ഞാൻ കഴിച്ചിരിക്കുന്ന മരുന്ന് ഭയങ്കര സെഡേറ്റീവ് എഫക്റ്റുള്ള, എനിക്ക് നല്ലപോലെ ഉറക്കം വന്ന് കണ്ണങ്ങനെ അടഞ്ഞു പോകാൻ പോകുന്നതുകൊണ്ട് ക്യാമറയിൽ കാണാൻ പറ്റാത്തതാണോ അതോ ക്യാമറയിൽ ഇരുട്ടിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമൊന്നും മനസ്സിലാകുന്നുണ്ടായില്ല. എങ്കിലും എല്ലാ വർഷവും ക്രിസ്മസ് ഞാൻ കുഞ്ഞിലെ തൊട്ട് രാത്രി കുർബാനയ്ക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എങ്കിലേ ഒരു ക്രിസ്മസ് അനുഭവമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പള്ളി ഇവിടെ ചെറുപ്പക്കാരൊക്കെ മതിലിൻ്റെ മുകളിലിരുന്നാണ് കുർബാനയുടെ ചടങ്ങുകൾ കാണുന്നത്. സമാധാനം സന്തോഷവും നൽകാനായിട്ട് ഓരോ ക്രൈസ്തവരും അസാധ്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷമല്ല അല്ലെങ്കിൽ പരാജയം. ദൈവം അവിടെ സങ്കടപ്പെടുന്നു. നമ്മൾ ഓരോ വർഷവും നമ്മൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നു. പറഞ്ഞതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ വന്ന് പിറക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വന്ന് പിറക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ക്രിസ്മസ് ആഘോഷിച്ചാലും ഈ ക്രിസ്തു നമുക്ക് അന്യമായിട്ട് നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക. ഈ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരണം. ആ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി. നമ്മൾ പിന്നെ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നോമ്പെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനമാണ്, സന്തോഷം. ആ സമാധാനം ഈശോ പറയുന്ന പോലെ ആ സമാധാനം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഈ സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. കാരണം എൻ്റെ ദൈവത്തിലേക്കല്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ച എൻ്റെ ക്രിസ്തുവിനെ ആരാണ് എന്നിൽ നിന്ന് എടുത്തു മാറ്റുക? ഒരു പിശാചിനും അത് സാധ്യമല്ല. എൻ്റെ സമ്മതമില്ലാതെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പള്ളിയിലെ പ്രസംഗമൊക്കെ നല്ല ഓഡിബിളായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പനിയും ചുമയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അന്തരീക്ഷത്തിലെ തണുപ്പ് വളരെ തീവ്രമായിട്ട് തോന്നുകയും തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ ഏകദേശം 5 ദിവസമായി പനിയും ചുമയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വിശ്രമത്തിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി ഈ ഡിസംബർ 24-നും മുറിക്കകത്ത് കഴിച്ചു കൂട്ടാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ വയ്യായികയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കുറേ നേരം ഫോൺ ഓണാക്കിയില്ല.
ഇത് ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറാന ചർച്ച് എൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര 11:45 സമയം രാത്രി. എന്തൊരു ജനസാന്ദ്രമാണ് ഈ റോഡിൻ്റെ, ഈ പള്ളിയുടെ മുന്നിലുള്ള റോഡിലേക്ക് ജനത്തിലാണ്. ഈ പള്ളിയുടെ അകത്തേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും നാനാജാതി മതസ്ഥരായ ആളുകൾ, വിവിധ സംസ്ഥാനക്കാർ, എനിക്ക് തോന്നുന്നു എറണാകുളത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വിവിധ രാജ്യക്കാരായ ആളുകൾക്ക് വരെ ഇവിടെ പള്ളിയുടെ അങ്കണത്തിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. എറണാകുളം ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറാന ചർച്ചിൻ്റെ മുൻപിൽ 2024 ഡിസംബർ 24 രാത്രി 11:45 ഉള്ള ദൃശ്യങ്ങളാണ്. ഇത് രാത്രിയാണെന്ന് തോന്നില്ല, പകൽ പോലെ തിരക്കും ജനസാന്ദ്രവുമാണ്. രാത്രിയിലെ കുർബാന കാണാൻ വരുന്ന ആളുകളുണ്ട്, കുർബാന കഴിഞ്ഞിറങ്ങുന്നവരുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും ശരി, ഒരു പകൽപ്പൂരം പോലെയായിരുന്നു ഈ റോഡും പരിസരവും. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇടതുവശത്തായിട്ട് പലതരത്തിലുള്ള ക്രിബുകൾ, പുൽക്കൂടുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ട്. അതിൻ്റെയൊക്കെ താഴെ ചെസ്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ കുടുംബ യൂണിറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുള്ളൊരു മത്സരമായിട്ടാണ് തോന്നുന്നു. വളരെ ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആ ഇലക്ട്രോണിക് ഡിസ്പ്ലേയിൽ ക്രിസ്മസ് പപ്പായും തുടങ്ങിയ വീഡിയോകളൊക്കെ
ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അത് മറ്റ് കാഴ്ചകളുടെ ഇടയിൽ അത് വല്ലാതെ മങ്ങിപ്പോകുന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഞാൻ കഴിച്ചിട്ടുള്ള രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ച ഗുളിക ഭയങ്കര സെഡേറ്റീവ് എഫക്റ്റാണ്, ഈ ചുമയ്ക്കും പനിക്കുള്ളതാണിത്. അപ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോവുകയാണ്. ഇങ്ങനെയൊക്കെയോ ക്യാമറ ഓണാക്കി വെച്ച് നോക്കുന്നതാണ്. ആ ഡിസ്പ്ലേ ആണ് എൻ്റെ ലക്ഷ്യം. അതിനകത്ത് പക്ഷെ പപ്പേനൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ ക്യാമറ ഓണാക്കി വെച്ച് നടന്നപ്പോൾ കുറച്ച് ആണുങ്ങൾ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നോക്കി നിൽക്കുക മാത്രമല്ല, എന്തോ ഒരു പ്രത്യേക എനർജി അവരുടെ ഇടയിൽ പ്രസരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതെന്താണെന്ന്, അവരുടെ നോട്ടം ചെന്നെത്തി നിൽക്കുന്നിടത്ത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. മട്ടാഞ്ചേരിക്കാരിയായ ഷെറിനാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ ഷെറിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ ചോദിച്ചു. ഷെറിൻ മട്ടാഞ്ചേരി അതിന് സമ്മതിച്ചു. ഭയങ്കര രസമുണ്ട് അവർ കാണാനായിട്ട്. ഞാൻ അവരോട് പറഞ്ഞു, കേരളത്തിൽ നിങ്ങളുടെ അത്രയും സുന്ദരിയൊരു സ്ത്രീയെ കണ്ടിട്ടില്ലെന്ന്. അങ്ങനെ അവരെ അടുത്ത് ചേർന്ന് നിന്നപ്പോൾ ഒരു അമ്മയുടെ ദേഹത്ത് ചാരിയിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ അവരുടെ അടുത്ത് നീയോട് എനിക്ക് വീണ്ടും ഭയങ്കര ഉറക്കം വന്നു. അവരൊന്നും കൂടി കാണണമെന്ന് തോന്നി നോക്കിയപ്പോൾ, പക്ഷെ പിന്നെ കാണാൻ പറ്റിയില്ല. അവരെവിടേക്ക് പോകുന്നറിയില്ല. അവരുടെ കൂടെ തന്നെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇരുട്ടത്തായണ്ട് അവരെ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന ഒരിത് കാണുന്നില്ല. അവർ എന്തൊരു ഭംഗിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അവരാ ചെയ്യുന്ന കാര്യത്തോടുള്ള ആ ഒരു 100% കുറ്റമറ്റ രീതിയിലാണ് അവരുടെ ഒരുക്കം പോലും. അത് തന്നെ വല്ലാതെ ആകർഷിച്ചു. അവിടെ നിൽക്കുന്ന ആളുകളുടെ നോട്ടാണ് അതിനകത്ത് ഏറ്റവും രസകരമായത്. അവരൊക്കെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ടൊന്നും അവർ സമ്മതിച്ചു. ആജാനുബാഹുവായ ഇവരെ തുറച്ചു നോക്കിക്കൊണ്ട് കുറേ പുരുഷന്മാരവിടെ നിൽക്കുന്നതായിരുന്നു. അതിലും കൗതുകരമായ കാഴ്ച. ഇങ്ങനെ കുറേ അധികം ആളുകൾ, പ്രത്യേകിച്ചൊരു വിശുദ്ധമായ സ്ഥലത്ത്, ഒരു പള്ളി അങ്കണത്തിൽ ആളുകളിങ്ങനെ ഒന്നിച്ചു കൂടി നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സേഷൻ അത് ഭയങ്കരമാണ്. എൻ്റെ 2 കണ്ണുകളും അടഞ്ഞു പോവുകയാണ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനവിടെ പള്ളിയുടെ അകത്ത് കയറി. പിന്നെ മുകളിലെ പള്ളിയിലാണ് കുർബാന നടക്കുന്നത്. ഈ താഴത്തെ പള്ളിയിൽ കുറച്ച് നേരം അവിടെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങണമെന്ന്. ഒരു പക്ഷേ മൈൻഡിന് കിട്ടിയൊരു റിലാക്സേഷനും, നമ്മൾ വെറുതെ ഒരു ഔട്ടിങ്ങാണ് ഉദ്ദേശിച്ചെങ്കിലും, പള്ളിയിൽ പോവുക, ചടങ്ങുകൾ കാണാമെന്നാണ് ഉദ്ദേശിച്ചെങ്കിലും അതിനേക്കാളും ഭയങ്കര ഉപകാരപ്രദമായി തീർന്നു ഈ യാത്ര എന്നത്. ഭയങ്കര മനസ്സിന് സന്തോഷം നൽകുന്നതായിരുന്നു. എറണാകുളം ജില്ലയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അന്യ സംസ്ഥാനക്കാരായ ഒരുപാട് ഓഫീസ് ജോലിക്കാരെ ഇവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ 2024 ക്രിസ്മസ് ഷെറിൻ മട്ടാഞ്ചേരിയോടൊപ്പമുള്ള ഓർമ്മ കൊണ്ടാണ് അവസാനിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.